നാടകങ്ങളിൽ തുടങ്ങിയ യാത്രയായിരുന്നു മീന ഗണേഷിന്റേത്. അച്ഛന്റെ അഭിനയഭ്രാന്ത് തന്നെയും പിടികൂടിയിരുന്നുവെന്ന് അവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ KP കേശവൻ നായർ, MGR ഉൾപ്പെടെയുള്ളവരുടെ സിനിമകളിൽ അഭിനയിച്ചിരുന്നു. നാടകക്കാരുമായും നല്ല ബന്ധം. ആ ബന്ധമാണ് മീനയെ നാടകക്കളരിയിൽ എത്തിച്ചത്. കൊപ്പം ബ്രദേഴ്സ് ആർട്സ് ക്ലബ്ബിലൂടെയാണ് മീന നാടകത്തിലെത്തിയത്. 1965-ൽ AN ഗണേഷിന്റെ പ്രളയം എന്ന നാടകത്തിൽ അഭിനയിച്ചു. ആ പരിചയം പിന്നീട് പ്രണയമായി വിവാഹത്തിലെത്തി. വിവാഹശേഷം ഷൊർണൂറിൽ പൗർണമി കലാമന്ദിർ എന്ന പേരിൽ നാടകസമിതി ആരംഭിച്ചു. AN ഗണേഷ് നാടകമെഴുതും, സംവിധാനം ചെയ്യും. മീന അഭിനയിക്കും. ഭക്ഷണം വയ്ക്കലും അഭിനയിക്കലും എല്ലാമെല്ലാമായി കലാസമിതി തന്നെ കുടുംബം. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സമിതി പിരിച്ചുവിട്ടു. പിന്നീട് മറ്റ് സമിതികൾക്ക് വേണ്ടി ഗണേഷ് നാടകം എഴുതി, മീന അഭിനയിച്ചു. മുസ്ലിം കഥാപാത്രങ്ങൾ മീനയെ എന്നും സ്റ്റേജിൽ ഉറപ്പിച്ചു നിർത്തുകയായിരുന്നു. സിനിമയിലും തന്റേതായ ഇടം നേടാൻ മീനയ്ക്കായി. പാവപ്പെട്ട അമ്മയായും ഏഷണിക്കാരിയായ അയൽവാസിയായും മരുമകളെ ഉപദ്രവിക്കുന്ന അമ്മായിയമ്മയായും സ്ക്രീനിൽ നിറഞ്ഞാടിയ മീനയുടെ വാർദ്ധക്യകാല ജീവിതം അത്ര നിറമുള്ളതായിരുന്നില്ല. കഷ്ടപ്പാടും ദാരിദ്ര്യവും നിറഞ്ഞ വീട്ടിലെ പ്രതിനിധിയായി വെള്ളിത്തിരയിൽ തകർത്ത് അഭിനയിച്ച നടി യഥാർത്ഥ ജീവിതത്തിലും അങ്ങനെയായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്.